ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സതീഷ്, സഹോദരൻ ലക്ഷ്മണൻ, ബാക്കി എല്ലാവർക്കും സ്വാമിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സത്സംഗം തുടങ്ങാനായിട്ട് ഭഗവാനോട് അനുവാദവും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സമിതിയിൽ സത്സംഗം ഉണ്ടായിരുന്നു. ഓടി വരെയായിരുന്നു, സമയത്ത് എത്തുമെന്ന് ഭയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫോണിന് എന്തോ ഒരു പ്രോബ്ലം, കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഗീതറ ഫോൺ എടുക്കുകയായിരുന്നു. നമുക്കറിയാം, ഗുരുപൂർണിമ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചിന്ത, എന്താണ് സ്വാമിക്ക് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ സ്വാമിയിൽ നിന്ന് ധാരാളം നമ്മൾ മേടിക്കുകയാണ് ചെയ്യപ്പോഴും. എന്താണ് നമുക്ക് സ്വാമിക്ക് കൊടുക്കാൻ സാധിക്കുക? എന്തു കൊടുത്താൽ അത് സ്വാമി തന്നതാണ്. നമുക്കറിയാം, എല്ലാം സ്വാമി തന്നതാണ്. ഒന്ന് മാത്രമേ നമുക്ക് സ്വാമിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി നല്ലവനാകുക, കുറച്ചും കൂടി ഭഗവാന് പ്രിയപ്പെട്ടവനായിട്ട് മാറുക, നമ്മുടെ സാധന കുറച്ചും കൂടി ശക്തിപ്പെടുത്തുക, മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് കൂടുതൽ സേവനം ചെയ്യുക. ഇതാണത്രേ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. ഈശ്വരനെ തന്നെ ഗുരുവായി കിട്ടിയ നമുക്ക് ആ ഈശ്വരന് കൊടുക്കാവുന്ന ഏറ്റവും ഭഗവാൻ ഇഷ്ടമുള്ള ഗുരുദക്ഷിണ ഇതാണ് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കണം. നമ്മുടെ ഈ സ്പിരിച്വൽ യാത്രയിൽ ഭഗവാൻ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന, ഉപനിഷത്തിലൊക്കെ പറയുന്ന കാര്യസ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജ് സാലോക്യമാണ്. സാലോക്യം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അതേ ലോകത്തിൽ, സാലോക്യം, അതേ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുക. രണ്ടാമത് സാമീപ്യാണ്, നിയർനെസ്സും ഡിയർനെസ്സും, ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് ഭഗവാന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, സാമീപ്യാണ്. മൂന്നാമത് സാരൂപ്യമാണ്, ഭഗവാനെ പോലെ ആയി മാറുക കാണുമ്പോ തന്നെ. സ്വാമി ഭരതന്റെ ഉദാഹരണം പറയാറുണ്ട്. രാമ 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 എന്ന് വിളിച്ച് ഭരതനെ രാമനെയും കണ്ട തിരിച്ചറിയില്ല അത്രേ. ആരാ രാമൻ ആരാ ഭരതൻ അറിയാത്ത സ്ഥിതിയിലായി. സാരൂപ്യം, രൂപത്തിൽ പോലും ഭഗവാനെ പോലെ ആയിത്തീരാ. നാലാമത് സായുജ്യം, ഭഗവാൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഭഗവാൻ എല്ലാം കൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വാമിയിൽ മെർജ് ചെയ്യാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുഴ സമുദ്രത്തിൽ ചേരണ പോലെ ഭഗവാന്റേതായിട്ട് മാറുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരം പോലും എൻ്റെ ഭഗവാന്റേതാണെന്നുള്ള ചിന്തയോടുകൂടി സ്വാമി പറയാണ്. ഈ 4 സ്റ്റേജുകളിലാണ് നമ്മളുടെ യാത്ര എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ യാത്രയിൽ അവതാര പുരുഷന്റെ റോൾ എന്താണ്? അവതാര പുരുഷന്റെ പങ്ക് എന്താണ്? ഭഗവാൻ ഉത്തരം പറയുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെയാണ് അത്രേ. ഗ്ലാസ്സിലെ വെള്ളമാണ് നമ്മൾ. ആ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന പഞ്ചസാരയാണ് നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റി, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസിന്റെ അടിയിൽ കിടക്കുന്ന പഞ്ചസാരയാണ്. അവതാര പുരുഷനാണ് അത്ര സ്പൂണായിട്ട് വന്നിരിക്കുകയാണ് ഇത് ഇളക്കി തരാനായിട്ട്. അത് ഇളക്കി കഴിഞ്ഞാൽ ആ ജീവിതമാകുന്ന വെള്ളം ഉണ്ടല്ലോ, അതിന്റെ ഓരോ തുള്ളിയിലും മധുരമുണ്ടാകും. ഇതാണത്രേ അവതാര പുരുഷന്റെ റോള് നമ്മുടെ ജീവിതത്തിൽ. ഇതാണത്രേ ഭഗവാൻ പറയാണ്. അങ്ങനെ ജീവിതം മുഴുവൻ ആധ്യാത്മികത കൊണ്ട് മധുരമാവുന്നത് വരെ അത് ശരിക്കുള്ള ജീവിതമല്ലത്രേ. സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വെറുതെ ജീവിച്ചു പോണു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ഈശ്വര ചൈതന്യം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെല്ലിലും എത്തുന്നത്, വെള്ളത്തിന്റെ ഓരോ തുള്ളിയിലും പഞ്ചസാരയുടെ മധുരം എത്തുന്നത് ഭഗവാൻ പറയുന്നു, അപ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. കാരണം
ജീവിതത്തിനെ സ്നേഹിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭഗവാൻ ഒരു മുൻകൂറായിട്ടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റേതായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെയാവുക എന്ന് തെറ്റിദ്ധരിക്കരുത് അത്രേ. സ്വാമിയുടെ കൂടെ വന്ന പിന്നെ പ്രോബ്ലം അങ്ങനെയല്ല. ഭഗവാൻ പറയട്ടെ, സ്വാമിയുടെ അടുത്ത് വന്നാൽ എല്ലാ പ്രോബ്ലംസും ഉണ്ടാവും. ഒരുപക്ഷെ പ്രോബ്ലംസ് കൂടുതലായിരിക്കും. പലർക്ക് അങ്ങനെ അനുഭവപ്പെട്ട സ്വാമിയുടെ അടുത്ത് സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്വാമി അതിന്റെ ഇത് പറയുന്നുണ്ട്. സ്വാമി പറയാണ്, ഭയപ്പെടേണ്ട, ഈ പരീക്ഷയിൽ നീ നന്നായിട്ട് ജയിക്കും. കാരണം നിന്നെ ട്രെയിൻ ചെയ്യുന്നത് ഈശ്വരനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫ് ആണെങ്കിലും, ജീവിതമാകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നീ ജയിക്കും. കാരണം നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഈശ്വരനാണ്, നിന്നെ ട്രെയിൻ ചെയ്യുന്നത് ഈശ്വരനാണ് എന്നുള്ളൊരു ഉറപ്പ് ഭഗവാൻ നമുക്ക് പറയുന്നുണ്ട്. വേറെ നമുക്ക് ഓർക്കാനുള്ളത്, മറ്റുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്വാമി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ കാണുന്ന പ്രശ്നങ്ങള്, മറ്റുള്ളവർ കാണുന്ന പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റികളാണ്, അവസരങ്ങളാണ്. സ്വാമി തരുന്ന ഓരോ പരീക്ഷണവും, സ്വാമി തരുന്ന ഓരോ ടെസ്റ്റും നമുക്ക് അവസരങ്ങളാണ് പാസ്സായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട്. ഒരു ക്ലാസ്സിൽ നിന്ന് പാസ്സായി അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെ സ്വാമി തരുന്ന ഓരോ ടെസ്റ്റും നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വാമി ഇതിന് നല്ല ഉദാഹരണം പറയാണ് കുന്തി ദേവിയുടെ. തപോവനം വായിക്കുന്നവർക്കറിയാം, തപോവനത്തിന്റെ അവസാന ഭാഗത്ത് ഭഗവാൻ കൃഷ്ണൻ കുന്തി ദേവിയോട് ചോദിക്കുന്നുണ്ട്, അമ്മായി ഇനി എന്താ അമ്മായിക്ക് വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മദർ കുന്തി പറയുന്നുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇനിയും വേണമെന്ന് പറയുന്നുണ്ട്. സ്വാമി പറയാണ്, ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു ഇത്രേ കുന്തി ദേവിയോട്, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ കുന്തി ദേവി പറയുന്ന ഒരു മറുപടി ഭഗവാൻ പറയുന്നുണ്ട്, പ്രഭു, ആ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായത്. ആ പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനിയും ധാരാളം ബുദ്ധിമുട്ടുകൾ തരണമെന്ന് കുന്തി ദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് തന്നെ തപോവനത്തിൽ കാണാം. സ്വാമി ഊട്ടിയിൽ വന്ന സമയം, ഊട്ടിയിലെ നന്ദനവൻ എന്ന് പറഞ്ഞ സ്വാമിയുടെ സ്കൂള് അന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ആ നന്ദനവനത്തിലെ സ്വാമി വന്ന സമയത്ത് പോരണേന് തലേ ദിവസം ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ആ വലിയ ഹില്ലിന്റെ മുകളിലേക്ക് പൊക്കോളൂ, ഈശ്വര സൃഷ്ടിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. കുട്ടികൾ പറഞ്ഞു, സ്വാമി കൂടി ഉണ്ടെങ്കിലേ പോവുള്ളൂ, കാരണം സ്വാമിയുടെ കൂടെ അവർക്ക് ഫോട്ടോ എടുക്കണം. സ്വാമി നിങ്ങൾ പൊക്കോളൂ, പുറകെ ഞാൻ വരാം. അവര് ബസ്സിൽ പോയി, സ്വാമി കാറിൽ പതുക്കെ പിന്നാലെ പോയി. സ്വാമിയുടെ കാറ് പോകുമ്പോ, തപോവനത്തിൽ ഈ സംഭവം ഉണ്ട്, കാറ് പോകുമ്പോ രണ്ട് ചെറുപ്പക്കാര് ബൈക്കുമ്പോ വളരെ സ്പീഡിൽ വരികയാണ്. ബൈക്കുമ്പോ വളരെ സ്പീഡിൽ വരണ കണ്ടപ്പോ കാറിലിരുന്നവർ പറഞ്ഞു, ഇതാരത് റൗഡികളായിരിക്കും. സ്വാമി പറഞ്ഞു, അറിയാതെ പറയരുത്, അവരെന്റെ ദർശനത്തിന് വരികയാണ്. കാറിന്റെ അടുത്ത് എത്താൻ വേണ്ടി സ്പീഡ് കൂട്ടി. അപ്പോഴവിടെ ഒരു വളവ് തിരിഞ്ഞപ്പോ അവർ താഴെ വീണു, കൺട്രോൾ പോയി ബൈക്കിന്റെ. സ്വാമി കാറ് നിർത്തി അവരുടെ അടുത്ത് വന്നു. മേലും തലയിലൊക്കെ ഉള്ള പൊടിയെല്ലാം സ്വാമി തട്ടിക്കളച്ച് ചോദിച്ചു, എന്തിനാ നിങ്ങൾ സ്പീഡിൽ വന്നത്? നാളെ നന്ദന വനത്തിൽ വന്നാൽ നിങ്ങൾക്ക് എന്റെ ദർശനം കിട്ടുമായിരുന്നല്ലോ. അവര് പറഞ്ഞു, സ്വാമി കാണാനുള്ള ദർശനത്തിനുള്ള ആഗ്രഹം അത്ര അധികമായി. പക്ഷെ ഞങ്ങൾക്ക് സങ്കടമില്ല, കാരണം വീണത് കൊണ്ട് സ്വാമി ഞങ്ങളെ സ്പർശിച്ചല്ലോ, ദേഹത്തെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞില്ലേ, ഞങ്ങളോട് സ്വാമി സംസാരിച്ചില്ല. അതുകൊണ്ട് കുന്തിദേവി പറഞ്ഞ പോലെ പറയുകയാണ്, ഇനിയും ഇങ്ങനെ സംസാരിക്കുമെങ്കിൽ എത്ര തവണ വീഴാനും ഞങ്ങൾ റെഡിയാണ്, എത്ര ബുദ്ധിമുട്ട് സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പറഞ്ഞു ഭഗവാൻ പറഞ്ഞു, ഓരോ ജീവിതത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഭഗവാനെ വിളിക്കാനുള്ള അവസരങ്ങളാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളാണ് എന്ന് സ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഭഗവാൻ പറയാണ്, സ്വാമിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇത്രേ, താങ്ക് യു സ്വാമി. സ്വാമി നന്ദിയുണ്ട്, ഇത്രയും കാലം എന്തെല്ലാം സ്വാമി തന്നു. ജനിച്ച ആ സമയം മുതൽ ഇന്ന് വരെ എന്തെല്ലാം ഭഗവാൻ തന്നു. താങ്ക് യു ആരും പറയാറില്ല അത്രേ. എല്ലാവരും സ്വാമിയോട് പ്രാർത്ഥിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥന വെക്കും സ്വാമിയുടെ അടുത്ത്. സ്വാമി നന്ദി എന്ന് പറയാൻ പലരും ശ്രമിക്കാറില്ല. ഇവിടെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കഥയുണ്ട്. വളരെ പുണ്യമായ ഒരാള്, പുണ്യപ്പെട്ട ഒരാള് മരിച്ചു. ആത്മാവ് സ്വർഗത്തിലെത്തിയ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ വേണ്ട അങ്ങേക്കെന്ന് ചോദിച്ചപ്പോ, എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാളെ കൂട്ടി ആ ആത്മാവിനെ സ്വർഗം മുഴുവൻ കാണിക്കാൻ കൊണ്ടുപോവാണ്. അവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കഥയാണ്. ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് റിസപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യം. നല്ല തിരക്ക്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചത്ത് പണിയെടുക്കാണ്, നിൽക്കാൻ പോലും സമയമില്ല. കാരണം എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ്, ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റിൽ പോയി, അത് ഡെസ്പാച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ പ്രാർത്ഥനകൾക്കുള്ള അനുഗ്രഹമൊക്കെ അയച്ചു കൊടുക്കുന്ന സ്ഥലമാണ് അത്. ഡെസ്പാച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയും ഭയങ്കര തിരക്ക്. കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കുള്ള അനുഗ്രഹം പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കേണ്ട ഭയങ്കര തിരക്ക്. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് അക്നോളജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്വാമി അനുഗ്രഹം കിട്ടി, സ്വാമി നമ്മൾ ഈ രജിസ്റ്റേർഡ് ലെറ്ററിന്റെ കൂടെ അക്നോളജ്മെന്റ് വെക്കില്ലേ, രജിസ്റ്റേർഡ് ലെറ്റർ ഇവിടെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അക്നോളജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്വാമി അയച്ച അനുഗ്രഹം കിട്ടിയിട്ടോ സ്വാമി, നന്ദി സ്വാമി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അവിടെ ആരുമില്ല. രണ്ടുപേര് വെറുതെ ഇരിക്കുക. കാരണം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആരും നന്ദി സ്വാമി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ നന്ദി സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ആരുമില്ല. ഇതൊരു കഥയാണെങ്കിലും വലിയ അർത്ഥമുണ്ട്. കാരണം നമ്മൾ മറന്നു പോകാറുണ്ട്. ഓരോ അനുഗ്രഹം സ്വീകരിക്കുമ്പോഴും ഭഗവാനോട് കൃതജ്ഞത പറയാനായിട്ട്, പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. വേറെ സ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറന്നു പോണത്? നന്ദി പറയേണ്ടവരോട് നന്ദി പറയാൻ നമ്മൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? കാരണം സ്വാമി പറയുന്നത് നമ്മൾ എടുക്കൽ മാത്രമേ ഉള്ളൂ. ടേക്കിംഗ് ഗിവിങ് ഇല്ല, കൊടുക്കലില്ല, ഷെയറിങ് ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാന്റെ തൃക്കൈ എപ്പോഴും ഇങ്ങനെയാണ്, താഴോട്ട് നോക്കിയിട്ടായിരിക്കുക. ഭഗവാന്റെ കൈ ഒരിക്കലും മേലോട്ടല്ല. എടുക്കലില്ല, ചോദിക്കലില്ല, കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ തൃക്കരങ്ങളിൽ നിന്ന് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഭഗവാൻ പറഞ്ഞ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം കൊടുക്കലാണ്. ദി ബെസ്റ്റ് വേ ടു ഗെറ്റ് ഈസ് ടു ഗിവ്. കൊടുക്കലാണ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നു, നമ്മൾ ഗ്രാബ് ചെയ്യുന്നു, എല്ലാം നമ്മളുടേതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭിക്ഷക്കാരൻ റോഡിലൂടെ പോവാന്, തോളത്തൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയില് അന്ന് കിട്ടിയ ഗോതമ്പ് മണികൾ അതിലുണ്ട്. ഗോതമ്പ് ആരോ കൊടുത്തു ആ സഞ്ചിയിലിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് റോഡിലൂടെ സ്വർണ്ണ രഥത്തിൽ ഒരാൾ വരുന്നുണ്ട്. മഹാരാജാവാണ്. ഇപ്പൊ ഭിക്ഷക്കാരന് സന്തോഷമായി. കാരണം സ്വർണ്ണ രഥത്തിൽ വരുന്ന ആളല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുന്ന ഉറപ്പിച്ചു. അപ്പൊ സ്വർണ്ണരഥം അടുത്തെത്തുമ്പോ കൈ കാണിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഭിക്ഷക്കാരൻ കൈ കാണിക്കുന്നതിന് മുമ്പ് സ്വർണ്ണരഥത്തിലിരിക്കുന്ന ആള് ഭിക്ഷക്കാരന്റെ മുമ്പിലേക്ക് കൈ കാണിച്ചു. ആരെങ്കിലും കൈ കാണിച്ചാൽ കൊടുക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരമാണ്. ഭിക്ഷക്കാരൻ തന്റെ സഞ്ചിയിൽ കൈയിട്ടിട്ട് ചെറിയൊരു ഗോതമ്പ് മണി എടുത്ത മഹാരാജാവിന്റെ കയ്യിൽ കൊടുത്തു. ഈശ്വരനാണത്. അദ്ദേഹം രഥത്തിൽ ഓടിച്ചു പോയി. വീട്ടിൽ ചെന്ന് ഗോതമ്പ് മണിയെല്ലാം താഴെ ഇട്ടപ്പോ സൂര്യപ്രകാശത്തിൽ ഒരു ഗോതമ്പ് മണി മാത്രം തിളങ്ങുന്നുണ്ട്. കാരണം ആ ഗോതമ്പ് മണി സ്വർണ്ണമണിയായിട്ട് മാറി, സ്വർണത്തിന്റെ ഗോതമ്പ് മണിയായിട്ട് മാറി. ഭഗവാൻ പറയുകയാണ്, ഒരു സാധാരണ ഗോതമ്പ് മണി കൊടുത്തപ്പോ സ്വർണത്തിന്റെ ഗോതമ്പ് മണിയായിട്ട് ഭഗവാൻ അത് ഈശ്വരൻ തിരിച്ചു കൊടുക്കുകയാണ്.
ഇതാണ് ഈശ്വരന്റെ പ്രത്യേകത. നുള്ളി കൊടുത്താൽ മതി, നിറച്ചു തരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് സ്വാമി പറയുന്നു. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ എടുക്കാൻ മാത്രം ശ്രമിക്കുന്നത്? ഭഗവാൻ പറയാണ്, നാം ആരാ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആരാ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈശ്വരനാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈശ്വരനാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഈശ്വരനാ നമുക്ക് മനസ്സിലാവും. അപ്പൊ കൊടുക്കാൻ സന്തോഷമാണ്, ഈശ്വരന് കൊടുക്കാൻ സന്തോഷമാണ്. ഇതറിയാത്തത് കൊണ്ടാണ് അത്രേ എടുക്കൽ മാത്രമായിട്ട് നമ്മുടെ ജീവിതം മാറുന്നത്, കൊടുക്കാൻ നമ്മൾ തയ്യാറാവാത്തത്. ഭഗവാൻ പറയാണ്, നമ്മുടെ ഈ യാത്രയിൽ സാധന വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ആളുകൾ സ്വാമി പറയണ ചോദിക്കാറുണ്ട് അത്രേ, ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉള്ളപ്പോ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോണത്? എന്തിനാ പുട്ടപുറത്തിൽ പോണേ? ഇവിടെയും ഈശ്വരനില്ലേ, പിന്നെ എന്തിനാ പുട്ടപുറത്തിൽ പോണെന്ന് പലരും ചോദിക്കാറുണ്ട്. സ്വാമി അതിന് മറുപടി പറഞ്ഞു, പശുവിന്റെ ശരീരത്തില് പാല് കിട്ടണമെങ്കിൽ പശുവിന്റെ അകിടിൽ തന്നെ പിടിക്കണം. ചെവി പിടിച്ചാലോ മൂക്ക് പിടിച്ചാലോ ഒന്നും പാല് കിട്ടില്ല. അതുപോലെയാണത്രേ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്പലം, പുട്ടപർത്തി, പുണ്യക്ഷേത്രങ്ങളെല്ലാം ആ വൈബ്രേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈശ്വരനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ പറയാണ്, ഈ യാത്രയില്, സ്വാമിയിലേക്കുള്ള യാത്രയില് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണത്രേ. ഒന്ന്, ക്ലോസ് യുവർ മൗത്ത്, വായ അടക്കണം. 2, ഓപ്പൺ യുവർ ഹാർട്ട്. 2, ഹൃദയം തുറക്കണം, വായ അടക്കണം. എന്തിനാ വായ അടയ്ക്കുന്നത്? വായ അടച്ചില്ലെങ്കിൽ മനസ്സിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയും. ഉദാഹരണത്തിന്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ റോഡിൽ കാണുക എന്ന് വിചാരിക്കും. അങ്ങനെ ഇല്ല എങ്കിലും ഞാൻ ഉദാഹരണം പറയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ റോഡിൽ കണ്ടാൽ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് എന്താ പറയാ? ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് വിചാരിക്കുകയുള്ളൂ, ഇത്ര കാലമായി കണ്ടിട്ട്, എന്താ എന്നെ കാണാത്ത നമ്മൾ തമ്മിൽ ഒക്കെ ചോദിക്കും. മനസ്സിൽ നമ്മൾ എന്താ വിചാരിക്കുക? ഓ, ഇയാള് വന്നല്ലോ, ഉപദ്രവം എന്നാ ചില ആൾക്കാരെ കുറിച്ച് വിചാരിക്കുക. ഭഗവാൻ പറഞ്ഞു, വായടയ്ക്കൂ. കാരണം നിങ്ങൾ പറയുന്നത് പലതും മനസ്സിലില്ലാത്ത കാര്യങ്ങളാണ്. മനസ്സിലുള്ളതിന്റെ ഓപ്പോസിറ്റാണ് നിങ്ങൾ അത് പാപമാണ്. വായടയ്ക്കൂ, ഹൃദയം തുറക്കൂ. എന്തിനാ ഹൃദയം തുറക്കുന്നത്? നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും ചീത്ത കാര്യങ്ങൾ തള്ളി പുറത്താക്കാനുമായിട്ട്. നല്ല സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ, സ്വാമി വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറക്കി പുറത്തേക്ക് കളയാനായിട്ട് ഹൃദയം തുറക്കും. സ്പിരിച്വൽ, ആധ്യാത്മിക യാത്രയിൽ സ്വാമി പറയാനത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് ക്ലോസ് യുവർ മൗത്ത്, ഭഗവാൻ പറയുന്നു. ഈ യാത്രയ്ക്ക് സ്വാമി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളെല്ലാം, നമുക്കൊരു കണക്കുണ്ട്, എന്നാണ് ആദ്യ സ്വാമിയെ കണ്ടതെന്നൊരു കൊല്ലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു സമയം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. സ്വാമി ഈ യാത്രയ്ക്ക് ഒരു ഉദാഹരണം പറയുന്ന മാങ്ങ. ആദ്യം ഒരു കണ്ണിമാങ്ങ, ചെറിയൊരു കണ്ണിമാങ്ങ ഉണ്ടായി നിൽക്കുകയാണ്. ആ കണ്ണിമാങ്ങ കയ്ക്കുമൊന്ന് ചെറിയ കയ്പുണ്ടാവും, കുറേശ്ശെ പുളി ഉണ്ടാവും. ആ കണ്ണിമാങ്ങ മൂത്ത് 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 ഒരു വലിയ മാങ്ങയായി. പഴുത്തിട്ടില്ല, മാങ്ങയായി. മാങ്ങ ചെനച്ച മാങ്ങ എന്നൊക്കെ പറയില്ലേ. ചുമന്ന ആ മഞ്ഞ കളർ വരാൻ തുടങ്ങി മാങ്ങയമ്മ. പുളിക്കും. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് നല്ല മാമ്പഴമായിട്ട് മാറും. അതിൻ്റെ അകത്ത് മുഴുവൻ സ്വീറ്റ്നെസ് ആണ്, മാധുര്യമായിരിക്കും. സ്വാമി ചോദിക്കുകയാണ്, ആരാണ് പഞ്ചസാര മാമ്പഴത്തിന്റെ അകത്ത് കൊണ്ടുവച്ചത്? ഇത് നമ്മുടെ യാത്രയാണ്. ആദ്യം നമുക്ക് അത്രയൊന്നും താല്പര്യം ഉണ്ടാവില്ല ആധ്യാത്മിക കാര്യങ്ങളിൽ. ഇപ്പൊ നമ്മുടെ ജീവിതം കുറേശ്ശെ അങ്ങനെ പുളിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്പുണ്ടാവും നമ്മുടെ ലൈഫിൽ. കുറച്ച് കഴിയുമ്പോൾ കുറേയും കൂടി നമ്മൾ ആധ്യാത്മിക അപ്പൊ നമ്മളെ മൂക്കാൻ റെഡിയായി, ആ റൈപ്പാവാൻ റെഡിയായി. എന്നാലും കുറേശ്ശെ പുളിയുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ മാങ്ങ നല്ല മഞ്ഞ സ്വർണ്ണ കളറുള്ള മാമ്പഴമായിട്ട് മാറി. അവിടെ മധുരം മാത്രമേ ഉള്ളൂ. ഈ മധുരം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മധുരമാണ്. മാങ്ങയ്ക്ക് കഴിക്കാനുള്ള മധുരമല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മധുരമാണ്. അതുപോലെ
നമ്മുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് മധുരം കൊടുക്കാനുള്ള, സന്തോഷം കൊടുക്കാനുള്ള ജീവിതമായിട്ട് മാറും. ഭഗവാൻ പറയുന്നു, ഇതാണ് നിന്റെ ലൈഫ്. ആദ്യം ഈ കണ്ണിമാങ്ങ പോലെ, പിന്നെ കുറച്ചും കൂടി മൂത്ത ഒരു മാങ്ങ പോലെ, അവിടെയും പുളിയുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മധുരം മാത്രമുള്ളൊരു മാമ്പഴമായിട്ട് നീ മാറും. ഭഗവാൻ പറയുന്നു, സ്പിരിച്വൽ യാത്ര ഇതുപോലെയാണ്. തുടക്കം കണ്ണിമാങ്ങ പോലെയാണ്, തീരുമ്പോഴേക്ക് അത് എന്തായി മാറണം? അതെല്ലാവർക്കും മധുരം കൊടുക്കുന്ന മധുരമുള്ള പഴമായിട്ട്, മാമ്പഴമായിട്ട് മാറണം. ഇതിനെന്താ വേണ്ടതെന്ന് പറയുന്നത്? ഇങ്ങനെ മാറാൻ പറ്റുക? പുളിക്കുന്ന നമ്മുടെ സ്വഭാവം, മറ്റുള്ളവർക്ക് കഴിക്കുന്ന നമ്മുടെ സ്വഭാവം, മറ്റുള്ളവർക്കുള്ള മധുരമായ സ്വഭാവമായിട്ട് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുക? ഭഗവാൻ പറയുന്നു, ആസ് ഈസ് ദ മതി സോ ഈസ് ദ ഗതി. ആസ് ഈസ് ദ മതി, മതി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഗതി. രണ്ട് വാക്കുകൾ. മതി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലക്ഷ്യം. മതി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഗതി എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ഗതി എന്നൊക്കെ പറയില്ലേ. ഗതി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ നമ്മുടെ ഡയറക്ഷൻ എവിടെയാണോ. ഭഗവാൻ പറയുന്നു, മനസ്സ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിന്റെ ഡയറക്ഷനും. മനസ്സ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിന്റെ ഡെസ്റ്റിനി, തലവര അതുപോലെ ഇരിക്കും. നിന്റെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിന്റെ തലയിലെഴുത്ത്. അപ്പൊ ഈ മധുരമുള്ള മാമ്പഴമായിട്ട് മാറണമെങ്കിൽ മാറ്റം വേണ്ടത് മനസ്സിലാണ് എന്ന് ഭഗവാൻ പറയുന്നു. മനസ്സ് മാറുമ്പോഴാണ്, ട്രാൻസ്ഫർമേഷൻ വരുമ്പോഴാണ്, മാറ്റം വരുമ്പോഴാണ് കണ്ണിമാങ്ങ, മൂത്ത മാങ്ങ മാമ്പഴമായിട്ട് മാറുന്നത്. ആ ട്രാൻസ്ഫർമേഷൻ വരുമ്പോഴാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആധ്യാത്മിക യാത്രയില്, സ്വാമിയിലേക്കുള്ള യാത്രയില് ഒന്ന് വേണ്ടത് മറ്റുള്ളവർക്ക് സ്വയം മധുരമായിരിക്കുക, മറ്റുള്ളവർക്ക് മധുരം കൊടുക്കുന്ന ആളായിട്ട് മാറ്, സന്തോഷം കൊടുക്കുന്ന ആളായിട്ട് മാറ്. അതിന് പുറമെ ഭഗവാൻ പറയാണ്, നിന്റെ മനസ്സ് ബ്രോഡ് മൈൻഡഡ് ആയിരിക്കണം. മനസ്സ് ചെറുതായിരിക്കരുത്, മനസ്സ് ചുരുങ്ങിയതായിരിക്കരുത്. ഇല ചുരുണ്ടതാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇല ചുരുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ചുരുണ്ട ഇലയിൽ പുഴു ഉണ്ടാവും. ഇല നിവർന്നിരിക്കുകയാണെങ്കിൽ പുഴു ഉണ്ടാവില്ല. ഏത് ചെടിയുടെ ആണെങ്കിലും ശരി, ഇല ചുരുണ്ടിരിക്കുകയാണെങ്കിൽ ആ ചുരുണ്ട ഇലയുടെ അകത്ത് പുഴു ഉണ്ടാവും. മനസ്സ് ചുരുണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പുഴുക്കളെ പോലെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും. അവിടെയാണ് മനസ്സ് ചുരുണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ബ്രോഡ് മൈൻഡഡ് ആവണം, മനോവികാസം ഉണ്ടാവണം. ഈ ബ്രോഡ് മൈൻഡഡ്നെസ്സിന് സ്വാമി നല്ല ഉദാഹരണം പറയുന്നുണ്ട്. എക്സാമിനേഷൻ റിസൾട്ട് വന്നു, പരീക്ഷയുടെ റിസൾട്ട് വന്നു. സ്വാമി പറയാണ്, നീ നിന്റെ റിസൾട്ട് മാത്രമേ നോക്കുന്നുള്ളൂവെങ്കിൽ നാരോ മൈൻഡഡ് ആണ്. നിന്റെ എല്ലാവരുടെ റിസൾട്ട് നോക്കി സ്വാമി എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നീ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് ബ്രോഡ് മൈൻഡഡ് ആണ്. എനിക്ക് മാത്രമേ ഡിസ്റ്റിങ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ് നീ സന്തോഷിക്കുകയാണെങ്കിൽ നാരോ മൈൻഡഡ് ആണ്. എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, സ്വാമി എല്ലാവരും നന്നായിട്ട് പാസ്സായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നീ ബ്രോഡ് മൈൻഡഡ് ആണ്. ലളിതമായ ഉദാഹരണങ്ങൾ സ്വാമി പറയുകയാണ്. എന്താണ് ബ്രോഡ് മൈൻഡഡ്, എന്താണ് ചെറിയ മനസ്സോ, എന്താണ് വലിയ മനസ്സോ. എന്റെ റിസൾട്ട് മാത്രമേ ഞാൻ അന്ന് പേപ്പറിലല്ലേ വരിക, എന്റെ റിസൾട്ട് മാത്രമാണ് ഞാൻ പത്രത്തിൽ നോക്കുന്നതെങ്കിൽ ഞാൻ നാരോ മൈൻഡഡ് ആണ്. എല്ലാവരുടെ റിസൾട്ട് നോക്കി എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുകയാണെങ്കിൽ എന്റെ മനസ്സ് വികസിച്ച മനസ്സാണ്. വികസിച്ച മനസ്സ് സ്വാമിയെ കിട്ടാനായിട്ട് അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഉദാഹരണം സ്വാമി പറയുകയാണ്. സ്വാമി ഒരാൾക്കൊരു ആപ്പിൾ കൊടുത്തു, സന്തോഷമായി. സ്വാമിയുടെ കയ്യിൽ നിന്ന് തൃക്കരങ്ങളിൽ ആപ്പിൾ കിട്ടി. ആ ആപ്പിൾ കിട്ടിയപ്പോഴാണ് പിന്നെ മനസ്സിലായി, സ്വാമി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആപ്പിൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ നിനക്ക് സന്തോഷമാവോ വിഷമാവോ? എനിക്ക് മാത്രം ആപ്പിൾ എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലർക്കും സ്വാമി ആപ്പിൾ കൊടുത്തു എന്ന് അറിയുന്നത്. സ്വാമി ചോദിക്കുകയാണ്, എല്ലാവർക്കും ആപ്പിൾ കൊടുത്തു എന്ന് പറയുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ നീ ബ്രോഡ് മൈൻഡഡ് ആണ്. എനിക്ക് മാത്രം ആപ്പിൾ കിട്ടിയ സന്തോഷിക്കുന്ന ആളാണെങ്കിൽ നീ നാരോ മൈൻഡഡ് ആണ് എന്ന് ഭഗവാൻ പറയുന്നു. വേറൊന്ന് സ്വാമി പറയാണ്, ഗ്രൂപ്പ് ഫോട്ടോ. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാറില്ല എല്ലാവരും കൂടിയിട്ട്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ഫോട്ടോ മാത്രം എങ്ങനെയുണ്ട് നീ നോക്കുകയാണെങ്കിൽ നീ നാരോ മൈൻഡഡ് ആണ്. എല്ലാവരുടെയും ഫോട്ടോ നോക്കിയിട്ട് ഓ എല്ലാവരുടെയും ഫോട്ടോ നന്നായിട്ടുണ്ടല്ലോ സ്വാമി നീ പറയുകയാണെങ്കിൽ നീ ബ്രോഡ് മൈൻഡഡ് ആണ്.
സ്വാമി അടുത്ത ഉദാഹരണം ഇതാണ്. ഗ്രൂപ്പ് ഫോട്ടോയില് നിന്റെ ഫോട്ടോ മാത്രമേ നീ നോക്കും, നീ നരോ മൈൻഡാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എല്ലാവരുടെയും ഫോട്ടോ നോക്കിയിട്ട് നിനക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നീ ബ്രോഡ് മൈൻഡഡ് ആണ്. എന്നിട്ട് ഭഗവാൻ പറയുന്നു മനുഷ്യന് ഈ ബ്രോഡ് മൈൻഡഡ് നമ്മുടെ മനസ്സ് വികസിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? മൂന്ന് ഗുണങ്ങളുണ്ട് മനുഷ്യന്. സത് ചിത്ത് ആനന്ദ്, ഈശ്വരന്റെ സത് ചിത്ത് ആനന്ദ്. സത് എന്ന് പറഞ്ഞ ബീയിങ്. സ്വാമി ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവും. ബീയിങ്, എന്റെ ഈ അവസ്ഥ, ബീയിങ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ചിത്ത മനസ്സ്, നമുക്കറിയാം മനസ്സ് നമ്മുടെ ചിന്തകൾ, അവയർനെസ്, നമ്മുടെ ജ്ഞാനം, അറിവ്, ചിത്താണ്. ആനന്ദം, സത് ചിത്ത് ആനന്ദ്. ഇത് മനസ്സിലാവാൻ ഭഗവാൻ പറയാണ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം, ഒരു പാത്രത്തിൽ പഞ്ചസാര. ഗ്ലാസ്സിലെ വെള്ളം വേറെയാണ്, പഞ്ചസാര വേറെയാണ്. പക്ഷെ പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് വെള്ളമല്ല, പഞ്ചസാരയല്ല, അത് പഞ്ചസാര ലായനിയായിട്ട് മാറുന്നു, സിറപ്പായിട്ട് മാറുന്നു. സത്തും ചിത്തും കൂടിച്ചേരുമ്പോൾ ആനന്ദമായിട്ട് മാറുന്നു. സത്തും ചിത്തും, പഞ്ചസാരയും വെള്ളവും കൂടിച്ചേർന്ന പഞ്ചസാര ലായനിയായിട്ട് മാറുന്നത് പോലെ സത്തും ചിത്തും കൂടിച്ചേരുമ്പോൾ അത് ആനന്ദമായിട്ട് മാറുന്നു. സ്വാമി പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണം, സ്വാമി പറയണ വെള്ളം എന്ന് പറഞ്ഞാൽ ബീയിങ് ആണ്. ബീയിങ് എന്റെ ഈ അവസ്ഥയാണ്. സത് ആണ് അതാണ് വെള്ളം. ചിത്താണ് പഞ്ചസാര. ആ അവയർനെസ് ആണ് പഞ്ചസാര. രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ലായനി ഉണ്ടല്ലോ, അതാണ് ആനന്ദം. ഭഗവാൻ പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം ദാന്തരേട്ട ചമ്മന്തിയാണ്. പുളി, മുളക്, ഉപ്പ്. പുളി വേറെ, മുളക് വേറെ, ഉപ്പ് വേറെ. ഈ പുളിയും മുളകും ഉപ്പും ഒരുമിച്ച് ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ സ്വാദുള്ളൊരു ചമ്മന്തിയായിട്ട് ചമ്മന്തിയാണ് ആനന്ദം. പുളി സത്ത്. മുളക് രണ്ടാമത് ചേർക്കുന്ന മുളക് ചിത്ത്. ആനന്ദം, അത് ചമ്മന്തിയായിട്ട് മാറും. രണ്ടും കൂടി ചേർന്ന് ചമ്മന്തിയാകുമ്പോൾ. മൂന്നാമത്തെ ഉദാഹരണം സ്വാമി പറയുന്നത് വെറ്റില. മുറുക്കുമ്പോൾ പാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ വെറ്റില, പച്ച കളറുള്ള വെറ്റില, ബ്രൗൺ കളറുള്ള അടയ്ക്ക, വെള്ള കളറുള്ള ചുണ്ണാമ്പ്. പച്ച കളറുള്ള വെറ്റിലയും ബ്രൗൺ കളറുള്ള അടക്കയും വെള്ള കളറുള്ള ചുണ്ണാമ്പ് കൂടിച്ചേരുമ്പോ ചുവന്ന കളറ് ആനന്ദം. സ്വാമി പറഞ്ഞ അടുത്ത ഉദാഹരണം ഇതാണ്. വീണ്ടും ഭഗവാൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. സ്വാമി പറയുകയാണ്, ഒരു ഫാനിന്റെ 3 ലീഫുകൾ, അറിയാലോ, ഫാനിന്റെ 3 ലീഫുകൾ. ഈ ലീഫുകളെല്ലാം ഒരേ സൈഡിൽ കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് കിട്ടും. സ്വാമി വേണമെന്ന് ആലോചിച്ച് നോക്കും. 3 ലീഫുകൾ 3 സ്ഥലത്തേക്ക് തിരിഞ്ഞാലും കടപട സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഒരു ഫാനിന്റെ 3 ലീഫുകൾ ഒരേ സൈഡിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടുന്നത് പോലെ സച്ചിത്താനന്ദം ഒരുമിച്ച് വരുമ്പോഴാണ് അത്രേ ആ യാത്ര, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. സ്വാമി ഒരു ദിവസം സുന്ദരത്തിൽ നിൽക്കുകയാണ്. മദ്രാസിലെ സ്വാമിയുടെ ആശ്രമം, ചെന്നൈയിൽ. അന്ന് സുന്ദരത്തില് MBA കുട്ടികൾ വന്നിട്ടുണ്ട്. MBA കുട്ടികൾക്ക് അവർക്ക് ക്ലാസ്സുകളുണ്ട് സുന്ദരത്തിന്. സ്വാമി എല്ലാ അവസരങ്ങളും ഓരോ വാക്ക് പറയുമ്പോഴും ഒരു മൂല്യം വാല്യൂ കൊണ്ടുവരാറുണ്ട്. ആ സുന്ദരത്തിൽ വന്ന കുട്ടികളോട് സ്വാമി സംസാരിക്കുകയാണ്. ഒരു കുട്ടിയോട് ചോദിച്ചു, പേര് ചോദിച്ചു, വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, സ്വാമി ഞങ്ങൾ 5 ബ്രദേഴ്സാണ്, 5 സഹോദരന്മാരാണ്. ആ വിദ്യാർത്ഥി പറഞ്ഞു, സ്വാമി ഞങ്ങൾ 5 ബ്രദേഴ്സാണ്, ഞാൻ ഏറ്റവും താഴെയുള്ള ആളാണ്, 5ാമത്തെ ആളാണ്. ഭഗവാൻ ഉടനെ വലിയൊരു കാര്യം കൊണ്ടുവരും. സ്വാമി പറഞ്ഞു, ഓ യുവർ സഹദേവ, പാണ്ഡവന്മാരിൽ 5ാമത്തത്, നീ സഹദേവനാണ്. ഇത് സഹദേവന്റെ ഗുണം സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാഗ്രഹവും സഹദേവനില്ല, ഒരു രാജ്യഭാര ആഗ്രഹങ്ങളും ഇല്ല. സഹദേവന് ഒറ്റ ആഗ്രഹമുള്ളൂ, മറ്റുള്ളവരെ സഹായിക്കണം. മറ്റുള്ളവരെ സഹായിക്കണം എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമേ സ്വാമി പറയാണ്. ഓ നീ സഹദേവനാണോ എന്ന് ആ കുട്ടിയോട് ഭഗവാൻ ചോദിക്കുകയാണ്. ഒരിക്കൽ ഇതൊരു സാങ്കല്പികമായ
സംഭവമാണ്. ഭഗവാൻ പറഞ്ഞതുകൊണ്ട് നമുക്കത് നടന്നതെന്ന് വിശ്വസിക്കാം. രാധയും ഭഗവാൻ കൃഷ്ണന്റെ ഓടക്കുഴലും തമ്മിലുള്ള സംഭാഷണമാണ്. രാധ ഓടക്കുഴലിനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഇത്രയും ഭഗവാനുമായിട്ട് ഇത്രയും ബന്ധം വരാനുള്ള കാരണം എന്താണ്? നീ ഭഗവാൻ കൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്നല്ലോ. എങ്ങനെ ഇത്രയും വലിയ ബന്ധം, വെട്ടിമുറിക്കാൻ പറ്റാത്ത ബന്ധമാകാനുള്ള കാരണം എന്താണ്? ഓടക്കുഴലെ രാധയോട് മറുപടി പറയാണ്, അമ്മ, ആദ്യം തന്നെ ഞാൻ ഞാനുള്ള ഭാവം മുഴുവൻ കളഞ്ഞു. ഓടക്കുഴലിന്റെ ഉള്ളിൽ മുഴുവൻ പൊള്ളയല്ലേ, ഒന്നുമില്ല, വെറും പൊള്ളയാണ്. അപ്പൊ ഞാൻ എൻ്റെ അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം ഞാൻ ആദ്യമേ കളഞ്ഞു. ആദ്യം തന്നെ അത് കളഞ്ഞു. രണ്ടാമത് ഓടക്കുഴൽ രാധയോട് പറയണം, അമ്മ, എന്റെ ഭഗവാന് എന്നിലൂടെ ശ്വസിക്കാൻ തുടങ്ങി. ഓടക്കുഴൽ വായിക്കുമ്പോൾ ശ്വാസം ഓടക്കുഴലിന്റെ ഉള്ളിൽ കൂടെ പോവില്ല. എന്റെ ഭഗവാൻ എന്നിലൂടെ ശ്വസിക്കാൻ തുടങ്ങി. മൂന്നാമത് ഓടക്കുഴൽ പറയാണ്, അമ്മ, എനിക്ക് എൻ്റെതായൊരു ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. എൻ്റെ ഇഷ്ടം എൻ്റെ അനിഷ്ടമില്ല. എന്താണോ ഭഗവാന്റെ ഇഷ്ടം അത് എൻ്റെ ഇഷ്ടം, എന്താണോ ഭഗവാൻ അനിഷ്ടം അത് എനിക്ക് അനിഷ്ടം. 3 കാര്യങ്ങൾ ഓടക്കുഴൽ പറഞ്ഞു കൊടുക്കുകയാണ് രാധയോട്. ഒന്ന്, എൻ്റെ അഹംഭാവം മുഴുവൻ ഞാൻ കളഞ്ഞു, ഞാൻ വെറും പൊള്ളയാണ്. 2, എൻ്റെ ഭഗവാൻ എന്നിലൂടെ ഊതിക്കൊണ്ടിരിക്കുകയാണ്, ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. 3, എനിക്ക് എൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്കില്ല. എൻ്റെ ഭഗവാന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ ഭഗവാന്റെ അനിഷ്ടമായ കാര്യങ്ങൾ എനിക്കും അനിഷ്ടമാണ്. ഓടക്കുഴൽ രാധയോട് പറയാണ്, അമ്മ, അതുകൊണ്ടാണ് ഭഗവാന് എന്നോട് ഇത്ര ഇഷ്ടം. ഭഗവാന് എന്നോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം ഇതുകൊണ്ടാണെന്ന് രാധയോട് ഓടക്കുഴൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് സ്വാമി പറയുന്നുണ്ട്, ഭഗവാന് നമ്മളോട് ഇഷ്ടം തോന്നാൻ വേണ്ട 3 കാര്യങ്ങൾ ഇത് മാത്രമാണത്രേ. എൻ്റെ അഹംഭാവം ഞാൻ പൊളിച്ചു കളയണം, മാറ്റിക്കളയണം. എൻ്റെ ഭഗവാൻ ശ്വസിക്കാൻ, എൻ്റെ ഭഗവാൻ ഇഷ്ടമുള്ള പോലെ എന്നെ ഉപയോഗിക്കാനായിട്ട് ഞാൻ നിന്നു കൊടുക്കണം. എന്റെ സ്വാമിയുടെ ഇഷ്ടം എന്താണോ, സ്വാമിയുടെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം. സ്വാമി വേണ്ട എന്ന് പറഞ്ഞ ഒന്നും എനിക്കിഷ്ടമല്ല. ഭഗവാന്റെ അനിഷ്ടങ്ങളെല്ലാം എൻ്റെ അനിഷ്ടമാണ്. ഭഗവാൻ എന്താണോ ഇഷ്ടമുള്ളത് അതാണ് എൻ്റെ ഇഷ്ടം. ഭഗവാൻ ഈ 3 കാര്യങ്ങൾ ആർക്കാണോ ശ്രദ്ധിക്കാൻ പറ്റുന്നത് അവരാണത്രേ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരും അവരാണത്രേ. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാ നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം ഭഗവാൻ വൈറ്റ്ഫീൽഡിലെ വൃന്ദാവനത്തില് ത്രയിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. വൈകുന്നേരം നല്ല കാറ്റുണ്ട്, നമുക്കറിയാം വൈറ്റ്ഫീൽഡിൽ നല്ല കാറ്റുണ്ട് വൈകുന്നേരം, പ്രത്യേകിച്ച് ത്രയിയുടെ പുറത്ത്. സ്വാമി പുറത്തേക്ക് ഇറങ്ങി വന്നു. കുട്ടികളെല്ലാം ഓടി ആ ത്രയിയുടെ, സ്വാമിയുടെ ആശ്രമത്തിന്റെ ആ പുൽത്തകിടിൽ കുട്ടികളെല്ലാവരും ഇരുന്നു. സ്വാമി അവരുടെ ഇടയിൽ നിൽക്കുകയാണ്, കുട്ടികളുടെ ഇടയിൽ നിൽക്കുകയാണ്. നല്ല കാറ്റുണ്ട്. ഈ കാറ്റത്ത് ഒരു ഉണങ്ങിയ ഇല വന്ന് സ്വാമിയുടെ തിരുമുടിയിൽ അവിടെ ഇരുന്നു. കട്ടിയായിട്ടുള്ള മുടിയല്ലേ ഭഗവാന്റെ, അതിന്റെ അകത്ത് ഇല, അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ വന്ന അവിടെ അങ്ങനെ അമർന്നിരുന്നു. ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്ക് മനസ്സിൽ തോന്നുകയാണ്, എന്ത് ഭാഗ്യം ചെയ്തതാണേല. എവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ശിരസിലാണ് ആ ഇല ഇരിക്കുന്നത്. ഈശ്വരന്റെ ശിരസില്, ശിവന്റെ ശിരസില് ഗംഗാനദി ഇരിക്കുന്നത് പോലെ, ഗംഗ ഇരിക്കുന്നത് പോലെ, ചന്ദ്രക്കല ഇരിക്കുന്നത് പോലെ, നോക്കൂ ഭഗവാന്റെ ശിരസില് ഇതാ ഒരു ഉണങ്ങിയ ഇല ഇരിക്കുന്നു. എന്ത് ഭാഗ്യം ചെയ്ത ഇലയാണ് എന്ന് ഈ വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നിയുള്ളൂ. ആ തോന്നിയ വഴിക്ക് സ്വാമി തിരിയാണ്. സ്വാമി തിരിഞ്ഞിട്ട് ആ കുട്ടിയോട് പറയാണ്, ലീഫ് ഈസ് നോട്ട് ഫോർച്ചുനേറ്റ്, യു ആർ ഫോർച്ചുനേറ്റ്. ബംഗാരു ഇലക്കല്ല ഭാഗ്യം, നിനക്കാണ് ഭാഗ്യം. ഭാഗ്യം ഇലക്കല്ല. കാരണം ഇല എവിടെയായിരിക്കണേ ഇലക്ക് അറിയില്ല.
ഈശ്വരന്റെ ശിരസിലാണ് ഇരിക്കുന്ന നിലയ്ക്ക് അറിയാനുള്ള ഭാഗ്യം ഇലക്കില്ല. പക്ഷെ നീ ഭാഗ്യവാനാണ്, കാരണം ഈശ്വരന്റെ അടുത്താണ് ഇരിക്കണേ, നിനക്ക് അറിയാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നീയാണ് ഭാഗ്യവാൻ, ഇലയല്ല ഭാഗ്യവാൻ എന്ന് പറയാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, നമ്മൾ ഇന്നും ഇലയെ പോലെയാണോ? സ്വാമിയെ കിട്ടിയിട്ട് ഭഗവാനെ എന്താന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലാണോ നമ്മൾ? ആ ഭാഗ്യം ഉപയോഗിക്കാത്തവരാണോ നമ്മൾ? ആ ഉണങ്ങിയ ഇല പോലെ. സത്യസായി ആൻസേഴ്സ് നിങ്ങൾ വായിക്കാറുണ്ടാവും യൂട്യൂബില്. നമ്മുടെ ഓർഗനൈസേഷന്റെയാണ്, ആഴ്ചയിൽ ഒരിക്കൽ വരും. സത്യസായി സ്വാമി ഇങ്ങനെ പ്രധാനപ്പെട്ട ആധ്യാത്മിക കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് സത്യസായി ആൻസേഴ്സ്. ഇന്ന് വന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കഥ ഇവിടെ വളരെ പ്രസക്തമാണ്. സ്വാമി പറയാണ്, വളരെ ധനികനായ ഒരു കച്ചവടക്കാരൻ, മർച്ചന്റ്, ബിസിനസ്സുകാരൻ, 4 ഭാര്യമാരുണ്ട്. സ്വാമി തമാശയിൽ പറയുന്നുണ്ട്, ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെ കുഴപ്പമാണ്, 2 ഭാര്യമാരായാൽ പറയാനുമില്ല, 3 ഭാര്യമാരാണെങ്കിൽ കാട്ടിപ്പോട്ടി വരും, 4 ഭാര്യയാണെങ്കിൽ പറയണമെന്ന് ചോദിച്ചു. സ്വാമി എന്റെ ചിരിക്കുകയാണ്. അനിൽകുമാർ സാറ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. ഇദ്ദേഹം ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോവാണ്. ഭഗവാൻ പറഞ്ഞു, വിദേശത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല, കാരണം ബിസിനസ്സിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വിദേശത്ത് ഇരിക്കണ സമയത്ത് തിരിച്ചു പോരണേന് മുമ്പ് ഇദ്ദേഹം 4 ഭാര്യമാർക്കും പ്രത്യേകം കത്തെഴുതി, എന്താ കൊണ്ടുവരണ്ടേ ഇവിടുന്ന് നിങ്ങൾ എഴുതണം, ഞാൻ അതൊക്കെ കൊണ്ടുവരാം. ഈ 4 ഭാര്യമാർക്ക് പ്രത്യേകത സ്വാമി പറയുന്നുണ്ട്. ആദ്യത്തെ ഭാര്യ വളരെ സ്പിരിച്വലാണ്, ആധ്യാത്മിക ത്വരയുള്ള ആളാണ് ആദ്യത്തെ ഭാര്യ. 2ാമത്തെ ഭാര്യ സിക്കാണ്, രോഗിയാണ്. 3ാമത്തെ ഭാര്യ ഒരു വറേഷ്യസ് റീഡറാണ്, ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വലിയൊരു ജ്ഞാനിയാണ് 3ാമത്തെ ഭാര്യ. 4ാമത്തെ ഭാര്യ ചെറുപ്പക്കാരിയാണ്. അപ്പൊ സ്വാമിന്റെ പറഞ്ഞു വളരെ ഫാഷനബിൾ ആണ്, കാതിലൊക്കെ ഇങ്ങനെ ഇട്ട് സ്വാമി പറയുന്നില്ല, വളരെ ഫാഷനബിൾ ആണ് 4ാമത്തെ ഭാര്യ. ഈ 4 ഭാര്യമാർക്കുമാണ് അദ്ദേഹം എഴുതിയത്, എന്താണ് ഞാൻ കൊണ്ടുവരേണ്ടത്. ആദ്യത്തെ ഭാര്യ എഴുതി, സ്പിരിച്വൽ ആധ്യാത്മികത്തിൽ ഇരിക്കുന്ന ഭാര്യ എഴുതി, ഒന്നും വേണ്ട എനിക്ക്, അങ്ങ് സുഖമായിട്ട് തിരിച്ചെത്തിയാൽ മതി, അങ്ങ് സുഖമായിട്ട് തിരിച്ചെത്തിയാൽ മതി. 2ാമത്തെ ഭാര്യ എഴുതി, എനിക്ക് പറ്റിയ എന്തെങ്കിലും, സുഖമില്ലാത്ത സ്ത്രീയല്ല, എനിക്ക് പറ്റിയ ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ അങ്ങ് കൊണ്ടുവരണം. 3ാമത്തെ ഭാര്യ എഴുതി, എനിക്ക് ഈ ലിസ്റ്റ് ഓഫ് ബുക്സ്, പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, വായിക്കണ സ്ത്രീയാണ്, റീഡിങ് ഹാബിറ്റുള്ള സ്ത്രീയാണ്, എനിക്ക് ഈ പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ മതി. 4ാമത്തെ ഭാര്യ ചെറുപ്പക്കാരിയായ ഭാര്യ, ഫാഷനബിൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, ഡ്രസ്സുകൾ, കമ്മലുകൾ, അതൊക്കെ എഴുതി, എനിക്കിതൊക്കെ മതി, കയ്യുമ്മ ഇടാനുള്ള ഇതെല്ലാം, എനിക്കിതൊക്കെ കൊണ്ടുവന്നാൽ മതി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഓരോ ഭാര്യമാരെ അടുത്ത് വിളിച്ചിട്ട് അവർ എന്താണോ കൊണ്ടുവരാൻ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. 2ാമത്തെ ഭാര്യയ്ക്ക് മരുന്ന് കൊടുത്തു, 3ാമത്തെ ഭാര്യ ചോദിച്ച പുസ്തകങ്ങളെല്ലാം കൊടുത്തു, 4ാമത്തെ ഭാര്യയ്ക്ക് ഒരുപാട് ആഭരണങ്ങൾ, ഡ്രസ്സുകളെല്ലാം കൊടുത്തു. സ്വാമി പറയാണ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിതാ അവളുടെ വീട്ടിൽ പോവാണ്, ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക് താമസിക്കാൻ പോവാണ്. 3 ഭാര്യമാര് വഴക്കുണ്ടാക്കി. അവർ ഇതെന്ത് മര്യാദയാണ്, എന്തിനാണ് അവളുടെ അടുത്ത് പോകുന്നത്? 3 ഭാര്യമാരും വഴക്കുണ്ടാക്കുകയാണ്, എന്തിനാ അവിടെ പോകുന്നത്? അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു, മരുന്ന് ചോദിച്ച ആൾക്ക് ഞാൻ മരുന്ന് തന്നു, പുസ്തകം വേണമെന്ന് പറഞ്ഞ ആൾക്ക് പുസ്തകം തന്നു, ആഭരണങ്ങളെ, സാരി, ഡ്രസ്സൊക്കെ ചോദിച്ച ആൾക്ക് ഞാൻ ആഭരണവും സാരി തന്നു. അവള് മാത്രമാണ് എന്നെ വേണമെന്ന് പറഞ്ഞത്, വേറൊന്നും അവള് ചോദിച്ചില്ല. എന്താ വേണ്ടത്, അങ്ങ് സുഖമായിട്ട് വന്നാ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവള് മാത്രമാണ് ഞാൻ സുഖമായിട്ട് വന്നാ മതി, എന്നെ ചോദിച്ചത് അവള് മാത്രമാണ്. ഭഗവാൻ പറഞ്ഞു, ഇതുപോലെയാണ് നിങ്ങൾ. വോയിസ് പോയി. അത് വേണം, ഇത് വേണം എന്നൊക്കെ ഒരു മിനിറ്റ് കേട്ടോ.
ഒരു കോള് വന്നതാണ്. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനതിൽ മോതിരം ചോദിച്ച ആൾക്ക് മോതിരം, വിഭൂതി ചോദിച്ച ആൾക്ക് വിഭൂതി, ജോലി ചോദിച്ച ആൾക്ക് ജോലി, ആരോഗ്യം ചോദിച്ച ആൾക്ക് ആരോഗ്യം, അതൊക്കെ ഞാൻ തരാം. പക്ഷേ ആരാണോ എന്നെ ചോദിക്കുന്നത് അവർക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കും. ആ ആദ്യത്തെ ഭാര്യ സുഖമായിട്ട് അങ്ങ് അവര് മാത്രമാണ് ഭർത്താവ് സുഖമായിട്ട് വരണം അങ്ങേ മതി എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും സാധനങ്ങളാണ് ചോദിച്ചത്. അപ്പൊ ആരെല്ലാമാണോ ഭഗവാനോട് സാധനങ്ങൾ ചോദിക്കുന്ന അവർക്ക് ആ സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷെ ആരാണോ ഭഗവാനോട് എനിക്ക് എന്റെ സ്വാമിയെ മാത്രം മതി എന്ന് പറയുന്നത് അവർക്ക് ഭഗവാനെ തന്നെ നൽകും. നമ്മുടെ യാത്രയില് വേറൊന്നും ചോദിക്കാതെ സ്വാമി ഉണ്ടായാൽ മതി. സ്വാമി നമ്മൾ പറയുമ്പോൾ സ്വാമി കൂടെ ഉണ്ടാവണേ, കൂടെ നിർത്തണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന മാത്രം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം സ്വാമി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ സ്വാമി മാത്രം മതി എന്ന് പറയാനുള്ള ഭാഗ്യം, ആ ഒരു മനസ്സിന്റെ ഉയർച്ച നമുക്ക് എല്ലാവർക്കും സ്വാമി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു തന്ന ഓരോ വാക്കും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.